ഏത് കടലിളകി വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചേർത്ത് പിടിക്കാനില്ല എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോക്കില്ലെന്ന് അന്നേ പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് അഭിനന്ദനങ്ങൾ. തൊട്ടുപിന്നാൽ അസഭ്യവർഷങ്ങളുമായി സൈബർ വെട്ടുകളി കൂട്ടങ്ങൾ, കൂലിക്കാശ് വാങ്ങിയെന്ന മട്ടിൽ വാപോയ കോടാലി യൂട്യൂബർമാർ ഒക്കെ അപ്പോഴും ഇപ്പോഴും ആക്റ്റീവാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അത്രയധികം പരാതികൾ കണ്ട ബോധ്യം അടൂർ പ്രകാശിനെയും കെ സുധാകരനെയും പോലുള്ള നേതാക്കളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും വി ഡി സതീശൻ ബോധ്യം എത്രത്തോളം ശരിയാണെന്ന് വ്യക്തമാക്കലാണ് രണ്ടാമത്തെ പരാതി. വേട്ടയ്ക്ക് ദ വെരി സെയിം മോഡസ് ഓഫ് ഓപ്പറാണ്ടി. ആദ്യം സോഷ്യൽ മീഡിയ, പ്രേമം, കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം, വലയിൽ വീട് കഴിഞ്ഞാൽ ക്രൂരമായ റേപ്പിന് സമാനമായ പീഡനം, നിന്നെ ഗർഭിണിയാക്കണം, കുഞ്ഞു വേണമെന്ന പ്രഖ്യാപനം, കാമത്തിന്റെ കാര്യസാധ്യം പൂർത്തിയായാൽ ചണ്ട് കണക്കെ വലിച്ചെറിയൽ. ഒരു രാഷ്ട്രീയക്കാരനെന്നല്ല, ഒരു മനുഷ്യൻ ചെയ്തുകൂടാത്ത നീചപ്പണികൾ മറ്റാർക്കുമെന്നറിയില്ലെങ്കിലും ചെയ്തുകൂട്ടിയ അധർമ്മപ്പണികൾ അവനവൻ ആത്മത്തിൽ അറിയാമല്ലോ. എന്നിട്ടും വന്നു നിന്ന് ഹൂ കേസ് എന്ന ധാർഷ്ട്യം പറയണമെങ്കിൽ എത്രമാത്രമാണ് ആ ധൈര്യം? ഡീപ്പ് റൂട്ടഡ് ക്രിമിനാലിറ്റി. എന്തുകൊണ്ട് പരാതിയുമായി രംഗത്തില്ലെന്ന് വ്യക്തമായി പറയുന്നുണ്ട് രണ്ടാമത്തെ കുട്ടി. പരാതി കൊടുക്കാൻ ധൈര്യം കാണിച്ച പെൺകുട്ടിയുടെ ചിത്രമടക്കം സൈബർ മന്ത്രയിലെ അധിക്ഷേപം, ദുർനടപ്പുകാരി എന്ന് നാറുന്ന വർത്താനങ്ങൾ. എല്ലാവർക്കും അധിക്ഷേപങ്ങളെ അതിജീവിക്കാൻ സാധ്യമല്ല. അധികാര സ്ഥാനങ്ങൾ, പാർട്ടിക്കകത്തെയും പുറത്തെയും പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ഉപാധിയാക്കിയവൻ ഏതൊക്കെയോ നാടുകളിൽ മുഖം പൊത്തി ഒളിക്കലാണ്. ഇനിയും പിടികൂടാനാവാത്ത പോലീസിന്റെ പരാജയം. അയാൾ വേട്ട മതിയാക്കിയാലും ഇല്ലെങ്കിലും പുറത്താക്കി പടിയടച്ച് പിണ്ടം വെക്കാൻ കോൺഗ്രസ് ഇനിയും കാത്തിരിക്കുന്നത് ആരെയാണ്? കേവലം രണ്ട് വ്യക്തികളുടെ പ്രണയത്തിന്റെയും പ്രണയ തകർച്ചയുടെയും പ്രശ്നമല്ല, സ്ത്രീ സുരക്ഷയുടെ പ്രശ്നമാണ്. ലക്ഷണമൊത്തൊരു സെക്ഷൽ പ്രഡേറ്ററിനെ, ഒരു വേട്ടക്കാരനെ ഇനിയും കേരള രാഷ്ട്രീയത്തിന് വേണോ എന്നതാണ് ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.